നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള സമയം അവസാനിച്ചപ്പോൾ മുന്നണികൾക്ക് വെല്ലുവിളിയായി പലയിടത്തും വിമതരുടെ ശക്തമായ സാന്നിധ്യമുണ്ട്. ആലപ്പുഴ, അമ്പലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് നേർക്കുനേർ പോരാട്ടമാണ്. കൊല്ലം പഞ്ചായത്ത് അഞ്ചൽ ഡിവിഷൻ ലീഗിന് കൊടുത്തതിൽ പ്രതിഷേധിച്ച് 38 സ്ഥാനാർത്ഥികൾ പിന്മാറ്റ ഭീഷണിയുമായി രംഗത്തെത്തി. കണ്ണൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് പുറത്താക്കിയ പി കെ രാഗേഷിന്റെ നേതൃത്വത്തിൽ ഐക്യജനാധിപത്യ സംരക്ഷണ സമിതി സ്ഥാനാർത്ഥികൾ മത്സരിക്കും. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലെ അമ്പലപ്പുഴ ഡിവിഷനിൽ കോൺഗ്രസും ലീഗും പരസ്പരം മത്സരിക്കും. MSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് അൽതാഫ് സുബൈറും മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി AR കണ്ണനുമാണ് സ്ഥാനാർത്ഥികൾ. കൊല്ലം അഞ്ചലിൽ UDF നേതൃത്വത്തിനെതിരെ ഭീഷണിയുമായി 38 സ്ഥാനാർത്ഥികൾ നോമിനേഷൻ പിൻവലിക്കുമെന്ന ഭീഷണിയുമായി രംഗത്തെത്തി. ജില്ലാ പഞ്ചായത്ത് അഞ്ചൽ ഡിവിഷൻ ലീഗിന് നൽകിയതിനെതിരെയാണ് പ്രതിഷേധം. മലപ്പുറം പെരുവള്ളൂർ പഞ്ചായത്തിലാകട്ടെ ലീഗിനെതിരെ യൂത്ത് ലീഗ് സ്ഥാനാർത്ഥികളാണ് വിമതരായി മത്സരിക്കുന്നത്. പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ 52-ാം ഡിവിഷനിൽ CPM-ഉം CPI-യും നേർക്കുനേർ മത്സരിക്കും. ഇടുക്കി ഉപ്പുതറ ഡിവിഷനിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസിനെതിരെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ വിമതനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. കണ്ണൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് പുറത്താക്കിയ പി കെ രാഗേഷിന്റെ നേതൃത്വത്തിൽ ഐക്യജനാധിപത്യ സംരക്ഷണ സമിതി സ്ഥാനാർത്ഥികൾ മത്സരിക്കും. ചെറുകുന്ന് പഞ്ചായത്തിൽ കുന്നനങ്ങാട് സെന്റർ ബ്രാഞ്ച് സെക്രട്ടറി E ബാബുരാജും പയ്യന്നൂർ നഗരസഭയിൽ 36-ാം വാർഡിൽ C വൈശാഖും CPM വിമതരായി മത്സരിക്കും. തൃശൂർ കുട്ടൻകുളങ്ങര ഡിവിഷനിലേക്ക് BJP പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ ഒരാഴ്ചയ്ക്ക് ശേഷം മാറ്റി. കാസർഗോഡ് DCCയിലെ കയ്യാങ്കളിയെക്കുറിച്ച് 2-അംഗ സമിതി അന്വേഷിക്കും. ദൃശ്യം പ്രചരിപ്പിച്ച കോൺഗ്രസ് നേതാവിനെ സസ്പെൻഡ് ചെയ്തു. ആലപ്പുഴയിൽ ഹരിപ്പാട് തൃക്കണ്ണപ്പുഴ പഞ്ചായത്തിൽ A ഷാജഹാനാണ് വിമതനായി മത്സരിക്കുന്നത്. കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കാരശ്ശേരി ഡിവിഷൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷുഹൈബിനെതിരെ 4 വിമതരാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.